നീ ഡിപ്രഷൻ അടിച്ചിരുന്നപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് കമ്പനി തരാൻ. അപ്പോൾ നിന്റെ സമയം ഞാൻ കളഞ്ഞായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലേ? നീ മിണ്ടരുത്. നിങ്ങൾക്ക് ഡിപ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജിമ്മിൽ പോകണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇയാൾ എന്ത് പറഞ്ഞത് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ജിമ്മിലോട്ടാണ് പോകേണ്ടത്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ഹൈ ഇന്റൻസിറ്റി ഉള്ള ലിഫ്റ്റിംഗ് പോലെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ ഒരുപാട് ഫീൽ ഗുഡ് ഹോർമോൺസ് റിലീസ് ചെയ്യും. സെറട്ടോണിൻ, ഡോപ്പമൈൻ അങ്ങനെയുള്ള ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡി എന്താ പറയണ, നമ്മൾ ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതുപോലെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴൊക്കെ കൂടുതലായിട്ട് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി എൻഡോർഫിൻസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാം ആയിട്ടും അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഇല്ലേ, നമ്മൾ നല്ല വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുപാട് കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനും പറ്റും. പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഇമേജ് ഇമ്പ്രൂവ് ആകും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ അത് കൂടും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറയാം ഡിപ്രഷനിൽ നിന്ന് നമുക്ക് എന്താ പറയുക രക്ഷപ്പെടാനുള്ള ഒരുപാട് നല്ല മാർഗങ്ങളാണ്. അതുപോലെ തന്നെ നല്ല മെന്റൽ ഹെൽത്തിന് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് സ്ലീപ്പ്. നമ്മൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് എല്ലാം നല്ല സൂപ്പർ ആവും. അതായത് നല്ലൊരു ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ട് വന്ന് കിടന്നാണ്ടല്ലോ, ആഹാ, നമ്മൾ രാവിലെ എണീക്കുമ്പോഴായിരിക്കും ബോധം വരുന്നത്. അതുപോലെ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ കണക്ഷൻസ് ഇല്ല, അതായത് ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, അവരുമായിട്ടൊക്കെ ചെറുതാണുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു, നല്ല നല്ല കോൺവെർസേഷൻ ഉണ്ടാവുന്നു, നല്ല റിലേഷൻസ് ഉണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഡിപ്രഷനുള്ള കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഒരുപാട് അകറ്റി നിർത്തും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ വരുന്ന മെജോറിറ്റി ആൾക്കാർ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. അവർ ഫിസിക്കലി മെന്റലി വല്ല ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരിക്കും വരുന്നത്. അതായത് പല ആൾക്കാരും എന്താ പറയുക സ്മോക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ജങ്ക് ഫുഡ് എല്ലാം കഴിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം മാറ്റണം. അതായത് എനിക്ക് നന്നാവണം, എനിക്ക് എൻ്റെ ബോഡിയെ നോക്കണം, ഐ വാണ്ട് ടു ഇംപ്രൂവ് ഇൻ മൈ ലൈഫ്. അപ്പൊ ആ ഒരു തോട്ടോടുകൂടിയാണ് മെജോറിറ്റി ആൾക്കാരും ജിമ്മിൽ വരുന്നത്. അല്ലാണ്ട് ആരും ജിമ്മിലോട്ട് വരുന്നത് എന്താ പറഞ്ഞത് എനിക്ക് മോശമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക എനിക്കൊന്നും ജീവിതത്തിൽ ഒന്നും ആകണ്ട, എനിക്കെന്താ എന്തേലും ആവട്ടെ, എല്ലാം നശിക്കട്ടെ, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് ഒരു നെഗറ്റീവ് തോട്ടോടുകൂടി അല്ല ആരും ജിമ്മിൽ വരുന്നത്. ജിമ്മിൽ വരുന്ന എല്ലാ ആൾക്കാരും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഐ വാണ്ട് ടു വിൻ. അപ്പൊ ആ ഒരു തോട്ടോടുകൂടി ആയിരിക്കും ആൾക്കാർ ജിമ്മിൽ വരുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ എന്താ പറയുക നമുക്ക് അവിടെ കിട്ടുന്ന കണക്ഷൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വൈബുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ജിമ്മ് വെറും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമല്ല, ഇറ്റ്സ് എ തെറാപ്പി.